ശ്രീ ഗുരുഭ്യോ നമ. സന്ധ്യയുടെ ശോഭയിൽ ഈ വേദി ഇന്ന് കലയുടെ ക്ഷേത്രമായി മാറിയിരിക്കുന്നു. നാദവും താളവും ലയവും ചേർന്ന് ഒരു പുതുയാത്രയുടെ അരങ്ങേറ്റം പ്രഖ്യാപിക്കാൻ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. കലയുടെ ആദ്യ ചുവട് ഭക്തിയോടെ ഈശ്വര സ്മരണയിൽ തുടങ്ങാം. പ്രാർത്ഥനയ്ക്കായി കുമാരി മേഘ രാജേഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അരുണാപുരം എടേട്ട് വീട്ടിൽ ശ്രീ അരുൺ നാരായണൻ നായരുടെയും ശുഭ അരുണിൻ്റെയും മക്കളായ മീര അരുൺ, ഗൗരി അരുൺ, പത്മ അരുൺ തൻ്റെ ഗുരുവിൻ്റെ കരുതലും കുടുംബത്തിൻ്റെ സ്നേഹവും ദേവിയുടെ അനുഗ്രഹവും കരുതിക്കൊണ്ട് ഭരതനാട്യത്തിൻ്റെ സുന്ദര ലോകത്തേക്ക് ആദ്യ ചുവടുവെപ്പ് നടത്തുകയാണ്. കല വെറും വിനോദമല്ല, ആത്മാവിൻ്റെ ആരാധനയാണ്. ദേവനെ സാക്ഷിയാക്കി കാണുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിനാലാണ് അരങ്ങേറ്റം ഒരു കലാകാരിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നേട്ടമായി മാറുന്നത്. അതൊരു തുടക്കം മാത്രമല്ല, ഒരു വിശിഷ്ടയാത്രയുടെ ആദ്യ അധ്യായം കൂടിയാണ്. കലയെ ആരാധനയായി കാണുന്ന ഭാരതീയ പാരമ്പര്യത്തിൽ അരങ്ങേറ്റം ഒരു കലാകാരിയുടെ ആത്മീയമായും കലാപൂർണമായുമുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കമാണ്. ഇപ്പോൾ ദേവിയുടെ കൃപയും ഗുരുവിൻ്റെ അനുഗ്രഹവും സ്മരിച്ചുകൊണ്ട് പരിപാടി വിളക്ക് തെളിയിച്ച് ആരംഭിക്കാം. ദീപത്തിൻ്റെ പ്രകാശം പോലെ ഇന്നത്തെ വേദിയും കലാപ്രഭയാൽ നിറഞ്ഞിരിക്കട്ടെ. സന്ധ്യയുടെ സ്വർണപ്രകാശത്തിൽ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും അമൃതധാര ഒഴുകുന്ന ഈ വേദിയിൽ ഒരു പുതുയാത്രയുടെ ആദ്യ ചുവടുകൾ രേഖപ്പെടുത്താനാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കലയെ ദേവി എന്നോണം ആരാധിച്ച ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ദീപത്തിൻ്റെ പ്രകാശത്തോടു കൂടി ഇന്നത്തെ ആഘോഷം ആരംഭിക്കട്ടെ. പ്രകാശം പരന്നൊഴുകുന്നത് പോലെ ഈ കലാപ്രവാഹവും സർവ്വഹൃദയങ്ങളിലേക്കും പരന്നെത്തട്ടെ. ഇപ്പോൾ ഐശ്വര്യത്തിൻ്റെയും അറിവിൻ്റെയും പ്രതീകമായ ദീപം തെളിയിച്ച് ഈ കലാവേദി പ്രകാശിപ്പിക്കാൻ നമ്മുടെ വിശിഷ്ടാതിഥികളെ സസ്നേഹം ക്ഷണിക്കട്ടെ. മുഖ്യ അതിഥി ശ്രീ RLV ജയപ്രകാശ് നാരായണൻ സാർ, ശ്രീ ചേർത്തല R ജയദേവൻ സാർ, RLV ലക്ഷ്മി രമണൻ, ശ്രീ സലിം രാഗമാലിക, ക്ഷേത്രം മേൽശാന്തി ശ്രീ ശ്രീകാന്ത്, ശുഭ അരുൺ, അരുൺ നാരായണൻ നായർ. വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. Kalatmika School of Dance, Pala, the soul of arts where tradition meets excellence.
ഞങ്ങളെക്കുറിച്ച്. ഭരതനാട്യത്തിൻ്റെയും മറ്റ് ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുടെയും കാലാതീതമായ സൗന്ദര്യം സംരക്ഷിക്കുന്നതോടൊപ്പം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കലാത്മിക സ്കൂൾ ഓഫ് ഡാൻസ് സമർപ്പിതമാണ്. ഭരതനാട്യത്തിൽ റാങ്കോട് കൂടി MA കരസ്ഥമാക്കിയ RLV ലക്ഷ്മി രമണൻ ആണ് കഴിഞ്ഞ 6 വർഷമായി കലാത്മികയെ വിജയകരമായി നയിച്ചുകൊണ്ടു പോകുന്നത്. ആത്മവിശ്വാസമുള്ള നർത്തകരെ വളർത്തിയെടുക്കുന്നതിനായി പരമ്പരാഗത സാങ്കേതിക വിദ്യകൾ ആധുനിക അധ്യാപന രീതികളുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. അച്ചടക്കം, സർഗാത്മകത, വേദിയിലെ ആത്മവിശ്വാസം എന്നിവ വളർത്തിയെടുക്കുന്നതിനോടൊപ്പം ഭാരതത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം നൃത്തത്തിലൂടെ സ്വീകരിക്കാൻ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം എന്നീ നൃത്ത ഇനങ്ങൾ പ്രായഭേദമന്യേ അഭ്യസിക്കുന്നവർ കലാത്മികതയുടെ യാത്രയിൽ ആരംഭം മുതൽ ഒപ്പമുണ്ടായിട്ടുണ്ട്. നൃത്തത്തിൻ്റെ സാങ്കേതികതയിലും സിദ്ധാന്തത്തിലും ഊന്നൽ നൽകിക്കൊണ്ടുള്ള അച്ചടക്കമായ പരിശീലനം കലാത്മികയെ വ്യത്യസ്തമാക്കുന്നു. അരങ്ങേറ്റ സന്ധ്യയ്ക്ക് മാറ്റുകൂട്ടാൻ ധാരാളം ഗുരുക്കന്മാർ ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ സന്നിഹിതരായിട്ടുണ്ട്. ഗുരുവില്ലാതെ ഒരു കലാപ്രയാണവും പൂർത്തിയാകില്ല. ഭരതനാട്യത്തിൻ്റെ ആഴവും ആത്മീയതയും വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ നിറച്ച് വേദിയിൽ മാത്രമല്ല ജീവിതത്തിലും കലയെ ഒരു ധർമ്മമായി ഉയർത്തിപ്പിടിച്ച പ്രഗത്ഭ ഗുരുനാഥൻ്റെ സാന്നിധ്യത്താൽ ഈ സഭ അനുഗ്രഹീതമാണ്. ശ്രീ RLV ജയപ്രകാശ് നാരായണൻ സർ, കലാത്മിക സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ അഭിമാനവും നമ്മുടെ പ്രിയ ലക്ഷ്മിയുടെ ജീവിതത്തിലെ കലാപഥത്തിൻ്റെ ദീപവുമായ ശ്രീ ജയപ്രകാശ് നാരായണൻ സാറിന് ഇന്നത്തെ സന്ധ്യയിൽ ഹൃദയപൂർവ്വം സ്വാഗതവും ആദരവും അർപ്പിക്കുന്നു. പ്രിയ ഗുരുനാഥന് വേദിയിലേക്ക് സ്വാഗതം. ശ്രീ RLV ജയപ്രകാശ് നാരായണൻ സാർ ഭരതനാട്യത്തിൻ്റെ സമ്പ്രദായങ്ങളിൽ അചഞ്ചലമായ നിലപാട് പുലർത്തി പ്രശസ്ത ഗുരുക്കന്മാരുടെ കീഴിൽ വിപുലമായ പരിശീലനം നേടിയ കലാകാരൻ. നട്ടുവാങ്കവും അഭിനയവും സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം സങ്കീർണമായ ഭരതനാട്യ കൃതികൾ രചിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ശ്രേഷ്ഠ ഗുരുനാഥന്മാരായ ശ്രീമതി തകഴി ഓമന, അനിത ജാനകി എന്നിവരുടെ ശിഷ്യൻ. ഗവൺമെൻറ് RLV കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് ഫൈൻ ആർട്സ് തൃപ്പൂണിത്തുറയിൽ നിന്നും ഉന്നത പഠനം പൂർത്തിയാക്കി. ചെന്നൈയിലെ ഗുരു ഭാഗവതുലു ശ്രീ സീതാരാമ ശർമ്മയുടെ ശിഷ്യനായി പരിശീലനം നേടി. വിദുഷി കർണാടക കലാശ്രീ B ഭാനുമതിയുടെ ശിഷ്യൻ. കലൈമാമണി ശ്രീലതാ വിനോദ്, കലാക്ഷേത്ര ശ്രീ KP കാർവർണൻ എന്നിവരുടെ മാർഗനിർദ്ദേശത്തിൽ ഭരതനാട്യം അഭ്യസിച്ചു. പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന പ്രതിബോധക എന്ന ഭരതനാട്യ സംഘത്തിൻ്റെ സ്ഥാപകൻ. മാർഗസമ്പ്രദായത്തിനായി നിരവധി ഭരതനാട്യ കൃതികൾ സൃഷ്ടിച്ചു. ഭരതനാട്യ അധ്യാപനത്തിൽ സമ്പന്നമായ അനുഭവ സമ്പത്തും സാമ്പ്രദായികവും ആധുനികവുമായ ശൈലികളിൽ ദൃഢമായ അടിത്തറയും കൈവശമുണ്ട് അദ്ദേഹത്തിന്. ഈ അതുല്യ കലാകാരനെ ആദരിക്കുവാൻ ശ്രീ ചേർത്തല R ജയദേവൻ സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സകല ഗുരുക്കന്മാരുടെയും സാന്നിധ്യത്തിൽ തൻ്റെ ഗുരുനാഥൻ്റെ കരുതലിലും പരിശീലനത്തിനും വളർന്നു വന്ന ലക്ഷ്മി കലാലോകത്തേക്ക് തന്നെ കൈപിടിച്ചു ഉയർത്തിയ തൻ്റെ പ്രിയ ഗുരുനാഥനായ ശ്രീ ജയപ്രകാശ് സാറിന് ദക്ഷിണ സമർപ്പിക്കുന്നു. ഈ ഗുരുദക്ഷിണ
ശിഷ്യയുടെ ജീവിതത്തിലെ അത്യന്തം വിശിഷ്ടമായ ഒരു നിമിഷമാണ്.